എല്ലാവർക്കും നമസ്കാരം. ശരത് മാത്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. കേരള സെറ്റ് മാത്തമാറ്റിക്സ് ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് വേണ്ടി നമ്മളൊരു സ്പെഷ്യൽ റിവിഷൻ സീരീസ് ചെയ്യാൻ പോവാണ്. ഓൾറെഡി നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഡെയിലി ഒരു 10 ക്വസ്റ്റ്യൻസ് യൂട്യൂബിൽ ചെയ്യുന്നുണ്ടാവും. അല്ലാണ്ട് ഒരു 30 ക്വസ്റ്റ്യൻസ്, ഏറ്റവും പ്രധാനപ്പെട്ട 30 ക്വസ്റ്റ്യൻസ് വെച്ച് ശരത് മാത്സ് ലേണിംഗ് ആപ്പിൽ ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. ആ ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് വെറും 500 റുപ്പീസിന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഈ ഒരു ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡെയിലി നമ്മൾ 30 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യും. ഡെയിലി 30 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ടാവുക. അത് റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ ആഴ്ചയിൽ 5 ദിവസം റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. മൺഡേ ടു ഫ്രൈഡേ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. ഒരു ക്ലാസ്സിൽ 30 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. 2 ദിവസം സാറ്റർഡേസ് ആൻഡ് സൺഡേ നമുക്ക് ലൈവ് ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. ആ ലൈവ് ക്ലാസ്സിലും 30 ക്വസ്റ്റ്യൻസ് വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ടാവും. അതായത് ഡെയിലി ഏറ്റവും പ്രധാനപ്പെട്ട 30 ക്വസ്റ്റ്യൻസ്, അതായത് മുൻപ് ചോദിച്ചിട്ടുള്ളതും നമുക്ക് വളരെ സാധ്യതയുള്ളതുമായ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ ലൈവ് ക്ലാസ്സിൻ്റെ റെക്കോർഡിങ്സും നമ്മുടെ ആപ്ലിക്കേഷനിൽ തന്നെ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ അപ്പം എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നമ്മൾ ഡെയിലി ബേസിൽ അപ്ലോഡ് ചെയ്യുന്ന 30 ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഡെയിലി ബേസിസിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന 10 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ സീരീസിൽ പഠിക്കാവുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ 10 ചോദ്യങ്ങൾ നമ്മൾ നോക്കാം. നമ്മുടെ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇന്ന് നമ്മൾ കാൽക്കുലസിലെ ക്വസ്റ്റ്യൻ ആണ് നോക്കാനായിട്ട് പോകുന്നത്. കാൽക്കുലസിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതിൽ ആദ്യമേ തന്നെ ലിമിറ്റ്സിലുള്ള ചോദ്യങ്ങൾ നമുക്ക് കളക്റ്റീവായിട്ട് ചെയ്യാം. അതിന് മുമ്പ് ഡിഫറൻഷിയേഷൻ ഇന്ന് സ്ഥിരമായിട്ട് ആവർത്തിച്ച് വരുന്ന ഒരു 10 ചോദ്യങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ. നോക്കാം, നമ്മുടെ ആദ്യത്തെ ചോദ്യം നോക്കിക്കോളൂ. y is equal to sec of tan inverse x. y എന്ന് പറയുന്നത് sec of tan inverse x ആണ്. അങ്ങനെയാണെങ്കിൽ dy by dx എന്താണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, നമുക്കറിയാം sec xൻ്റെ ഡെറിവേറ്റീവ് sec x tan x ആണ്. ഇത് എന്താണ്? കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്, അഥവാ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ആണ്. dy by dx എടുത്താൽ നമുക്ക് എന്താണ് കിട്ടുക? dy by dx എന്ന് പറയുന്നത് sec xൻ്റെ ഡെറിവേറ്റീവ് sec x tan x ആണ്. അപ്പോൾ sec of tan inverse x ഇൻറ്റു tan of tan inverse x വരും. ശരിയല്ലേ? ഏറ്റവും പുറത്തുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അങ്ങനെയല്ലേ വരിക? ഡെറിവേറ്റീവ് ഓഫ് sec x, sec xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? sec xൻ്റെ ഡെറിവേറ്റീവ് sec x ഇൻറ്റു tan x ആണ്. ഓക്കെ, അപ്പോൾ sec ഓഫ് tan inverse x വരുമ്പോൾ x മാറി tan inverse x വരുന്നു. ശരിയല്ലേ? ഡെറിവേറ്റീവ് ഓഫ് sec ഓഫ് tan inverse x എന്ന് പറയുമ്പം ഇവിടെ ഈ എക്സിൻ്റെ പ്ലേസിലേക്ക് ആര് വരും? tan inverse x വരും. ശരിയാണല്ലോ? അപ്പോൾ എന്താണ് വരിക? sec ഓഫ് tan inverse x ഇൻറ്റു tan ഓഫ് tan inverse x വരും. ശരിയല്ലേ? ഇനി ചെയിൻ റൂൾ പ്രകാരം പുറത്തുള്ള ഫംഗ്ഷൻ സീക്കിൻ്റെ ഡെറിവേറ്റീവ് ആണ് എടുത്തത്, അകത്തുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. tan inverse xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/1 + x². അത് മൾട്ടിപ്ലൈ ചെയ്യുന്ന കാര്യം മറന്നു പോരുത്. സോ അപ്പോൾ എന്താ വരിക എന്ന് നോക്കിയോളൂ. tan inverse xൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 1/1 + x². ശരിയാണല്ലോ? ഇനി നിങ്ങൾ നോക്കിയേ, tan ഓഫ് tan inverse x എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ശരിയല്ലേ? സോറി, x ആണ്. tan ഓഫ് tan inverse x, tan ഓഫ് tan inverse x എന്ന് പറഞ്ഞാൽ അതെന്താണ്? x ആണ്. sin ഓഫ് sin inverse x x ആണ്. cos ഓഫ് cos inverse x x ആണ്. അതേപോലെ tan ഓഫ് tan inverse x എന്ന് പറഞ്ഞാൽ x ആണ്. അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് വരിക? sec ഓഫ് tan inverse x ഇൻറ്റു tan ഓഫ് tan inverse x എന്ന് പറഞ്ഞാൽ എന്താണ്? അത് x ആണ്, ഡിവൈഡഡ് ബൈ എന്തുണ്ട്? 1 + x². ഓക്കെ, ഇനി നിങ്ങൾ നോക്കിക്കേ, ഈ sec ഓഫ് tan inverse x എന്താണ്? അത് നമ്മുടെ ക്വസ്റ്റ്യനാണ് അല്ലേ? sec ഓഫ് tan inverse x എന്ന് പറഞ്ഞാൽ ആരാണ്? y ആണ്, നമ്മുടെ ചോദ്യമാണ്. അപ്പോൾ ഈ sec ഓഫ് tan inverse xന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെ മാറും? ദിസ് ഈസ് ഈക്വൽ ടു x ഇൻറ്റു sec ഓഫ് tan inverse x y ആവും, ഡിവൈഡഡ് ബൈ എന്താണ്? 1 + x² അല്ലേ? 1 + x². സോ എന്താണ് ആൻസർ വരിക? ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ വരിക. എക്സ് വൈ ഡിവൈഡഡ് ബൈ
1 പ്ലസ് എക്സ് സ്ക്വയർ വരും ആൻസർ. ശരിയല്ലേ? സീക്ക് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ y ആണ്, നമ്മുടെ ചോദ്യം തന്നെയാണ്. ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പോൾ എക്സ് ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ വരും നമ്മുടെ ആൻസർ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. നെക്സ്റ്റ് രണ്ടാമത്തെ ചോദ്യം നോക്കോളൂ. y is equal to tan inverse of sin x divided by 1 plus cos x. അങ്ങനെയാണെങ്കിൽ dy by dx എന്താണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ ട്രിഗണോമെട്രി ഫംഗ്ഷനാണ്, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കണം. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇക്വേഷൻസ് ഉണ്ട് പ്രധാനപ്പെട്ടത്, അത് ആദ്യമേ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചു വയ്ക്കാം. ഓക്കെ, സൈൻ 2x എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ 2x എന്ന് പറയുന്നത് 2 sin x cos x ആണ്. ഓക്കെ, സൈൻ 2x എന്താണ്? 2 sin x cos x ആണ്. അതിനോടൊപ്പം തന്നെ 2 tan x ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എന്നുള്ളൊരു ഇക്വേഷൻ കൂടെ ഉണ്ട് സൈൻ 2xന്. ഇതിൻ്റെ ഹാഫ് ആംഗിൾ ഫോർമുലയിലേക്ക് മാറ്റുകയാണെങ്കിൽ നമ്മൾ എല്ലാ ആംഗിളിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? സൈൻ 2x ബൈ 2 എന്നുള്ളത് 2 എന്താണ്? എക്സ് ആണ് വരിക അല്ലെ? 2xനെ 2 കൊണ്ട് വരച്ചാൽ എക്സ് വരും. ദിസ് ഈസ് ഈക്വൽ ടു 2 സൈൻ എക്സ് ബൈ 2 ഇൻറ്റു കോസ് എക്സ് ബൈ 2 വരും അല്ലേ? ഇതിനെ ഹാഫ് ആംഗിളിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇതാണ്. ഈ ഇക്വേഷൻ നമുക്കിവിടെ യൂസ് വരുന്നുണ്ട്. ഓക്കെ, ഇനി കോസ് 2xന് 4 ഫോർമുലാസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അത് 4ഉം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പ്രത്യേകം നോട്ട് ചെയ്യുക. അതിൻ്റെ കറസ്പോണ്ടിങ് ഹാഫ് ആംഗിൾ ഫോർമുലാസും നമുക്ക് പ്രധാനപ്പെട്ടതാണ് കേട്ടോ. കോസ് 2x എന്ന് പറയുന്നത് 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു. ആൻഡ് 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. പിന്നെ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. പിന്നെ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഇതാണ് കോസ് 2xന് നമ്മൾ പഠിച്ച 4 ഇക്വേഷൻസ്. ഇതിൻ്റെയൊക്കെ ഹാഫ് ആംഗിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നോക്കുക, അതിൽ ആദ്യത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കുക. കോസ് 2x എന്ന് പറഞ്ഞാൽ എന്താണ്? 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 ആണ്, ശരിയല്ലേ? അപ്പോൾ അവിടെ നിന്ന് എന്ത് കിട്ടും നമുക്ക്? -1 ഇപ്പുറം എടുത്താൽ 2 കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 പ്ലസ് കോസ് 2x എന്ന് കിട്ടും. ഓക്കെ, ഇനി എല്ലാ ആംഗിളിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും? 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 ഈസ് ഈക്വൽ ടു 1 പ്ലസ് കോസ് 2xനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എക്സ് വരും. അവിടെ നിന്ന് ഒരു ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ കിട്ടി. 1 പ്ലസ് കോസ് എക്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാം? 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 കൊടുക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. 1 പ്ലസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2. സിമിലർലി അടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കാം. കോസ് 2x എന്ന് പറയുന്നത് 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് ആണ് അല്ലേ? കോസ് 2x എന്തിന് ഈക്വൽ ആണ്? 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സിന് ഈക്വൽ ആണ്. -2 സൈൻ സ്ക്വയർ എക്സ് ഇപ്പുറം എടുത്താൽ 2 സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1 മൈനസ് കോസ് 2x എന്ന് വരും. ഓക്കെ, ഇവിടെയും എല്ലാ ആംഗിളും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് പറയുന്നതാണ് എന്ത്? 1 മൈനസ് കോസ് 2xനെ 2 കൊണ്ട് ഹരിച്ചാൽ എക്സ്. അപ്പോൾ 1 മൈനസ് കോസ് എക്സിന് നമുക്ക് എന്ത് കിട്ടി? ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടി. 1 മൈനസ് കോസ് എക്സ് എന്താണ്? 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. 1 മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ആണ്. 1 പ്ലസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 ആണ്. 1 മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ആണ്. 1 പ്ലസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. യെസ്, ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നോക്കിക്കോളൂ. y is equal to tan inverse sin x divided by 1 plus cos x. അപ്പോൾ ഇതെങ്ങനെ മാറ്റി എഴുതാം നമുക്ക്? y is equal to tan inverse sin xന് പകരം നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. നോക്കിക്കേ, sin xന് പകരം 2 sin x by 2 cos x by 2 ഈ കാണുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തോളൂ. അപ്പോൾ എന്താണ് വരിക? 2 sin x by 2 ഇൻറ്റു cos x by 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് എക്സ്. 1 പ്ലസ് കോസ് എക്സിന് പകരം 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2. ഓക്കെ ആണല്ലോ? സോ ഇവിടെ നമുക്ക് എന്ത് കട്ട് ചെയ്യാം? 2ഉം 2ഉം കട്ട് ചെയ്യാം. ഒരു കോസ് എക്സ് ബൈ 2ഉം സ്ക്വയറും തമ്മിൽ കട്ട് ചെയ്യാം, ശരിയല്ലേ? കോസ് എക്സ് ബൈ 2ഉം സ്ക്വയറും തമ്മിൽ കട്ട് ചെയ്യാം.
ബാക്കി എന്തുണ്ടാവും? ടാൻ ഇൻവേഴ്സ് സൈൻ എക്സ് ബൈ ടു ബൈ കോസ് എക്സ് ബൈ ടു എന്താണ് കിട്ടുക? ടാൻ എക്സ് ബൈ ടു കിട്ടും. ഓക്കെ, ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് ബൈ ടു എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ബൈ ടു ആണ്. ടാൻ ഇൻവേഴ്സും ടാനും കട്ടായാൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് ബൈ ടു കിട്ടും. വൈ ഇസ് ഈക്വൽ ടു എന്തെന്ന് വന്നു നമുക്ക്? വൈ ഇസ് ഈക്വൽ ടു എക്സ് ബൈ ടു എന്ന് കിട്ടി. അവിടുന്ന് എന്തെഴുതാം നമുക്ക്? ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ ടുവിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/2. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 വരും. സോ ഓപ്ഷൻ ബി 1/2 ആണ് നമുക്കിവിടെ ആൻസർ കിട്ടുക. ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ, വൈ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു തീറ്റ മൈനസ് സൈൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് അറ്റ് തീറ്റ ഇസ് ഈക്വൽ ടു π/2 എന്താണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇത് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള പാരാമെട്രിക് ഫോമിൽ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ആ ചോദ്യം തന്നെയാണിത്. എളുപ്പത്തിൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അത് എന്ത് ചെയ്യുക? ഡി വൈ ബൈ ഡി തീറ്റ കണ്ടുപിടിക്കുക. ഡി വൈ ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു തീറ്റ ഡെറിവേറ്റീവ് 1 സൈൻ തീറ്റ ഡെറിവേറ്റീവ് കോസ് തീറ്റ. ഓക്കെ, ഇനി അടുത്ത് എന്ത് കണ്ടുപിടിക്കുക? ഡി എക്സ് ബൈ ഡി തീറ്റ കണ്ടുപിടിക്കുക. ദാറ്റ്സ് ഈക്വൽ ടു എ ഇൻറ്റു 1ൻ്റെ ഡെറിവേറ്റീവ് 0 കോസ് തീറ്റ ഡെറിവേറ്റീവ് എന്ത് വരും? മൈനസ് സൈൻ തീറ്റ. 2 മൈനസ് പ്ലസ് ആവും, എ ഇൻറ്റു സൈൻ തീറ്റ എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് എന്താണെന്നാണ് ചോദ്യം. കണ്ടുപിടിക്കാമല്ലോ. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ എന്ന് വരും. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക്. ഡി വൈ ബൈ ഡി തീറ്റയ്ക്ക് പകരം എ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ വരും, ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റയ്ക്ക് പകരം എ ഇൻറ്റു സൈൻ തീറ്റയും കിട്ടും. ഓക്കെ, അവിടെ എ നമുക്ക് കട്ട് ചെയ്യാം. ഇനി നമുക്ക് വാല്യൂസ് കൊടുക്കാമല്ലോ. 1 മൈനസ് കോസ് തീറ്റ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ പഠിച്ചു. നോക്കിയേ, 1 മൈനസ് കോസ് എക്സ് 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ആണ്. അപ്പോൾ 1 മൈനസ് കോസ് തീറ്റയ്ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 നമുക്ക് കൊടുക്കാം, ഡിവൈഡഡ് ബൈ എന്തുണ്ട്? സൈൻ തീറ്റ. സൈൻ തീറ്റയ്ക്ക് പകരം 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2 കൊടുക്കാം. അല്ലേ, സൈൻ 2 തീറ്റ എന്ന് പറയുന്നത് 2 സൈൻ തീറ്റ കോസ് തീറ്റ ആണ്. എല്ലാ ആംഗിളും 2 കൊണ്ട് കട്ട് ചെയ്താൽ ഇങ്ങനെ വരും. ശരിയല്ല? ഇവിടെ നമുക്ക് എന്ത് കട്ട് ചെയ്യാം? നമുക്ക് ഇവിടെ ഒരു 2 കട്ട് ചെയ്യാം, ഒരു സ്ക്വയറും സൈൻ തീറ്റ ബൈ 2 കട്ട് ചെയ്യാം. ബാക്കി മുകളിലൊരു സൈൻ തീറ്റ ബൈ 2 ഉണ്ട്, താഴെ എന്തുണ്ട്? താഴെ ഒരു കോസ് തീറ്റ ബൈ 2 ഉണ്ട്. സൈൻ തീറ്റ ബൈ 2 ബൈ കോസ് തീറ്റ ബൈ 2 എന്ത് കിട്ടും? ടാൻ തീറ്റ ബൈ 2 കിട്ടും. ഓക്കെ ആണല്ലോ? സോ അപ്പോൾ നമുക്ക് ടാൻ തീറ്റ ബൈ 2 ആണ് വന്നിട്ടുള്ളത്. നോക്കാം. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് കിട്ടി. ഓക്കെ, ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് അറ്റ് തീറ്റ ഇസ് ഈക്വൽ ടു, ഓക്കെ, ഡി വൈ ബൈ ഡി എക്സ് അറ്റ് തീറ്റ ഇസ് ഈക്വൽ ടു π/2. തീറ്റയ്ക്ക് π/2 കൂടെ കൊടുത്തോളൂ. ഇതാണ് നമ്മുടെ ഡി വൈ ബൈ ഡി എക്സ്. അറ്റ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? π/2 കൂടെ കൊടുത്തോളൂ. സോ ടാൻ ഓഫ് തീറ്റയ്ക്ക് π/2 കൊടുത്താൽ π/2 ബൈ 2 എന്ന് വരും. ശരിയല്ലേ? സോ ടാൻ ഓഫ് π/4 വരും. ടാൻ 45 എത്രയാണ്? 1 ആണ് നമുക്ക് ആൻസർ കിട്ടുക. ശരിയാണല്ലോ? ടാൻ π/4 അഥവാ ടാൻ 45 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. സോ ഇപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, 1 ഈസ് ദ ആൻസർ. ഓക്കെ അല്ലേ? 1 ആണ് നമ്മുടെ ആൻസർ കിട്ടുക. ഇതായിരുന്നു മൂന്നാമത്തെ ചോദ്യം. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ കോട്ട് ഇൻവേഴ്സ് ഓഫ് കോസ് 2x റേസ് ടു ഹാഫ് എന്നുള്ളതാണ് ചോദ്യം. ആദ്യമേ തന്നെ നമുക്കിതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ കോസ് 2x റേസ് ടു ഹാഫ് എന്നുണ്ടല്ലോ, അപ്പോൾ എക്സ് റേസ് ടു ഹാഫിനെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? നമുക്ക് റൂട്ട് എക്സ് എന്ന് എഴുതാം. ശരിയല്ലേ? അപ്പോൾ ഈ കോസ് 2x റേസ് ടു ഹാഫ് എന്ന് പറഞ്ഞാൽ നമുക്കതിനെ എങ്ങനെ മാറ്റാം? റൂട്ട് ഓഫ് കോസ് 2x എന്ന് മാറ്റാം. റൂട്ട് ഓഫ് കോസ് 2x. ശരിയാണല്ലോ? സോ അപ്പോൾ നമ്മുടെ ചോദ്യത്തിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാണ്. ഞാൻ അതിനെ y എന്ന് വിളിച്ചോട്ടെ. ക്വസ്റ്റിനെ y ഇസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് റൂട്ട് കോസ് 2x, അല്ലേ? റൂട്ട് കോസ് 2x എന്ന് എഴുതാം. ഇനി നമ്മളിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. കണ്ടുപിടിക്കാമല്ലോ നമുക്ക്. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്?
-1/1 + x². അപ്പോൾ 1 + എക്സിൻ്റെ പ്ലേസിൽ √cos 2x ആണ് അതിൻ്റെ സ്ക്വയർ. ഇപ്പോൾ റൂട്ടിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ റൂട്ട് പോവും, ബാക്കി എന്തുണ്ടാവും? cos 2x ഉണ്ടാവും ഇൻറ്റു. ഇനി അതിൻ്റെ അകത്തുള്ള ഫംഗ്ഷൻ ചെയിൻ റൂൾ പ്രകാരം കോട്ട് ഇൻവേഴ്സിനുള്ളിലുള്ള ഫംഗ്ഷൻ റൂട്ടാണ്. റൂട്ടിൻ്റെ ഡെറിവേറ്റീവ് 1/2 √x. അപ്പോൾ 1/2 √cos 2x വരും ഇൻറ്റു cos 2xൻ്റെ ഡെറിവേറ്റീവ് -sin 2x വരും. 2xൻ്റെ ഡെറിവേറ്റീവ് 2 വരും. ക്ലിയർ ആണല്ലോ? സോ അവിടെ നമുക്ക് ഇത് കട്ട് ചെയ്യാം. നമുക്കിവിടെ 2 കട്ട് ചെയ്ത് കളയാം. ഇനിയിപ്പോൾ നമുക്ക് വാല്യൂ കൊടുത്തോളൂ. π/6 അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. അറ്റ് x = π/6 ആണ്. ഓക്കെ, സോ എന്താ വരിക നോക്കാം. -1 ഡിവൈഡഡ് ബൈ 1 + cos 2 × π/6. 2 × π/6 എന്ന് പറയുമ്പോൾ അത് π/3 ആവും. ശരിയല്ലേ? 2 × π/6 എന്ന് പറയുമ്പം 2ഉം 6ഉം കട്ട് ചെയ്താൽ 3 π/3 കിട്ടും. അപ്പോൾ -1/1 + cos π/3. π/3 എന്ന് പറഞ്ഞാൽ 60 ആണ്. cos 60 എന്താണ്? 1/2 ആണ്. ശരിയല്ലേ? അപ്പം ഇവിടെ 1/2 കിട്ടും നമുക്ക് ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ √of cos 2x. സെയിം സാധനം 1/2 അല്ലേ? എക്സിന് പകരം π/6, cos π/3 വരും. π/3 എന്ന് പറഞ്ഞാൽ 60 ആണ്. cos 60 എന്താണ് കിട്ടുക? 1/2 ആണ് കിട്ടുക. ബാക്കി എന്തുണ്ട്? ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ ആ 2 മൈനസ് അങ്ങ് പ്ലസ് ആയിപ്പോയി. ബാക്കി sin 2x ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ sin 2 × എക്സിന് പകരം π/6. അപ്പോൾ sin π/3 അതായത് sin 60. sin 60 എന്ന് പറഞ്ഞാൽ എന്താണ്? √3/2. ഓക്കെ ആണല്ലോ? സോ അപ്പോൾ ഇതെന്താണ് കിട്ടുക? -1/2 + 1 3/2 വരും ഇൻറ്റു 1/√1 1 വരും /√2 ഇൻറ്റു √3/2 എന്ന് വരും. ഓക്കെ, സോ മൈനസ് ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ഇവിടെ 2 മൈനസ് പ്ലസ് ആക്കിയിരുന്നല്ലോ. മൈനസ് അങ്ങ് എറൈസ് ചെയ്യുന്നുണ്ടേ. നമ്മൾ 2 മൈനസുകൾ പ്ലസ് ആക്കിയായിരുന്നല്ലോ മക്കളെ, പിന്നെ മൈനസ് ഉണ്ടാവില്ലല്ലോ. ഇനി നോക്കിയേ, എന്തെങ്കിലും വെട്ടാനുണ്ടോ? ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്, അതങ്ങോട്ട് ക്യാൻസൽ ചെയ്യും. ഓക്കെ, ഇനി താഴെ ഒരു √2 ഉണ്ട്, അത് നേരെ മണ്ടക്കോട്ട് വരും. അപ്പോൾ √2 × √3 ഒരു 3 ഉണ്ട്. ഇങ്ങനെയാണ് കിട്ടുക. ശരിയല്ലേ? റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ വഴി ഇവിടെ ഒരു √2 ഉണ്ട്, അത് നേരെ മുകളിൽ പോകും. ഓൾറെഡി മുകളിൽ ഒരു √3 ഉണ്ട്, താഴെ ഇനി ഒരു 3യും കൂടി ഉണ്ട്. ഓക്കെ, ഇനി താഴെയുള്ള 3നെ നമുക്ക് എങ്ങനെ എഴുതാം? √3 × √3 എന്ന് എഴുതാം. എന്നിട്ട് ഒരു √3 കട്ട് ചെയ്യാം. അപ്പോൾ ബാക്കി എന്തുണ്ടാവും? √2/√3. അതിനെ നമുക്ക് √2/3 എന്ന് എഴുതാം. അതായത് 2/3² എന്ന് കൊടുക്കാം. ഓക്കെ, എന്താണ് ആൻസർ വരിക? 2/3² ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. സോ ഓപ്ഷൻ എ 2/3² ഈസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ക്ലിയർ ആണല്ലോ? 2/3/1/2 2/3² ആണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ ഇതായിരുന്നു 4ാമത്തെ ചോദ്യം. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇഫ് y is equal to tan inverse of √1 + x² - 1/x. ഇങ്ങനെയാണ് ചോദ്യം. y is equal to tan inverse √1 + x² - 1 ഡിവൈഡഡ് ബൈ x. ഓക്കെ, അങ്ങനെയാണെങ്കിൽ y'(0) എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. y'(0) നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? y'(0) 1 ഉണ്ട്, 1/2 ഉണ്ട്, 0 ഉണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ട്. ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഒരു ചോദ്യം തന്നെയാണ്. NCERT +2 NCERTയിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. പരിചയമുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം ഒരു പക്ഷേ. എന്താണ് √1 + x² എന്ന് വരികയാണെങ്കിൽ നമ്മളവിടെ ഏത് ഐഡൻറ്റിറ്റിയാണ് ഉപയോഗിക്കുക? നമുക്കറിയാം sec² മൈനസ് tan² എന്ന് പറയുന്ന 1 ആണ് അല്ലേ? അപ്പോൾ അവിടെ നിന്ന് എന്ത് കിട്ടും? sec² എന്ന് പറയുന്നത് 1 + tan² ആണ്. അവിടുന്ന് sec നമുക്ക് എന്ത് കിട്ടും? √1 + tan². അപ്പോൾ എക്സിന് പകരം നമ്മൾ tan θ കൊടുക്കുകയാണെങ്കിൽ, എക്സിന് പകരം tan θ കൊടുത്താൽ √1 + tan²θയ്ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? sec θ കൊടുക്കാൻ പറ്റും. ശരിയല്ലേ? അപ്പോൾ അതാണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ. എന്താണ്?
പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. അവിടുന്ന് തീറ്റയും കൂടെ എഴുതി വെച്ചോളൂ. ടാൻ ഇപ്പുറം വരുമ്പോൾ എന്താവും? ടാൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ ചോദ്യം എങ്ങനെ മാറി? വൈ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സിന് ടാൻ തീറ്റ കൊടുത്താൽ √1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് സീക്ക് തീറ്റ ആവും, -1 എക്സിന് പകരം ടാൻ തീറ്റ. ശരിയാണല്ലോ? സോ ഇതിനിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം നമുക്ക്. വൈ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് സീക്ക് തീറ്റയ്ക്ക് പകരം 1 കോസ് തീറ്റ കൊടുക്കുക, -1 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റയ്ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ കൊടുക്കുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് മുകളിൽ ക്രോസ് ചെയ്തോളൂ, 1 - കോസ് തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. ശരിയാണല്ലോ? ഇവിടെ നമുക്ക് എന്ത് കട്ട് ചെയ്യാം? കോസ് തീറ്റ കട്ട് ചെയ്യാം. ബാക്കി എന്തുണ്ടാവും? ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1 - കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ഉണ്ടാവും. ഓക്കെ, 1 - കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂഷൻ പഠിച്ചാണ്. ടാൻ ഇൻവേഴ്സ് 1 - കോസ് തീറ്റ എന്ന് പറയുന്നത് എന്തായിരുന്നു? 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ആയിരുന്നു. ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ എന്താണ്? 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. ശരിയല്ലേ? സോ ഇവിടെ നമുക്ക് 2 കട്ട് ചെയ്യാം, ഒരു സ്ക്വയറും സൈൻ തീറ്റ ബൈ 2 കട്ട് ചെയ്യാം. ബാക്കി എന്തുണ്ടാവും? ടാൻ ഇൻവേഴ്സ് സൈൻ തീറ്റ ബൈ 2 ബൈ കോസ് തീറ്റ ബൈ 2 ഉണ്ടാവും. അതെന്താണ്? ടാൻ തീറ്റ ബൈ 2 ആണ്. ടാൻ ഇൻവേഴ്സും ടാനും കട്ടായാൽ ആൻസർ എന്ത് കിട്ടും? തീറ്റ ബൈ 2 കിട്ടും. തീറ്റയുടെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്, എന്താണ്? ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. സോ എന്ത് വരും ഇവിടെ? ടാൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഓക്കെ, സോ ഇതാണ് എന്ത്? നമ്മുടെ വൈ. ശരിയല്ലേ? നമ്മുടെ ഓപ്ഷൻസ് ഒക്കെ എന്താണെന്ന് നോക്കിയേ. y' ഓഫ് 0, y' ഓഫ് 0യുടെ വാല്യൂ ആണ് വേണ്ടത്. എല്ലാ ഓപ്ഷനും അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ y കിട്ടി, y' ഓഫ് എക്സ് എടുക്കാം. y' ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. 1/2 മാറി നിൽക്കും. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/1 പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ, y' ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? y' ഓഫ് 0 എന്ന് പറഞ്ഞാൽ എക്സിന് 0 കൊടുക്കുക, 1/2 ഇൻറ്റു 1/1 പ്ലസ് 0 സ്ക്വയർ. സോ 1/2 ഇൻറ്റു 1 എന്ന് വരും. ശരിയല്ലേ? ആൻസർ വിൽ ബിക്കം 1/2. ക്ലിയർ ആണല്ലോ? സോ ഏതാണ് ആൻസർ കിട്ടുക നമുക്ക്? y' ഓഫ് 0 1/2 ആണ്. ഓപ്ഷൻ ബി 1/2 ആണ് നമുക്കിവിടെ ആൻസർ കിട്ടുക. ഓക്കെ അല്ലേ? ഇതായിരുന്നു 5ാമത്തെ ചോദ്യം. അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. y is equal to sin inverse of root of 1 plus x plus root of 1 minus x whole by 2. അങ്ങനെയാണെങ്കിൽ dy/dx എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നെ ഇത് കാണുമ്പോഴേ കത്തണം. നമുക്ക് ഈ 1 പ്ലസ് എക്സും 1 മൈനസ് എക്സും ഒക്കെ കാണുമ്പോൾ 1 പ്ലസ് എന്താണ്? കോസ് എന്താണ്? 1 പ്ലസ് 1 മൈനസ് കോസ് എക്സ്, 1 പ്ലസ് കോസ് എക്സ്, ഇതിനൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. 1 പ്ലസ് കോസ് തീറ്റ ആണെങ്കിൽ നമുക്കതിന് എന്ത് കൊടുക്കാം? 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 കൊടുക്കാം. 1 മൈനസ് കോസ് തീറ്റ ആണെങ്കിൽ 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 കൊടുക്കാം. അപ്പോൾ ഈ ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് കത്തണം, മനസ്സിലാവണം. എക്സിന് പറ്റിയ ഏറ്റവും നല്ല സബ്സ്റ്റിറ്റ്യൂഷൻ ആരാണ്? കോസ് തീറ്റയാണ്. ശരിയല്ലേ? എക്സ് ഇസ് ഈക്വൽ ടു കോസ് തീറ്റയാണ് എക്സിന് പറ്റിയ ഏറ്റവും നല്ല സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പം 1 പ്ലസ് കോസ് തീറ്റ എന്താവും? എക്സിന് കോസ് തീറ്റ കൊടുത്താൽ 1 പ്ലസ് കോസ്, ഇവിടെ തീറ്റയും കൂടി കഴിച്ചോളൂ. തീറ്റ എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് എക്സ് ആണ് കേട്ടോ. 1 പ്ലസ് കോസ് തീറ്റ എന്ന് പറയുന്നത് 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2. അതിൻ്റെ റൂട്ടാണ് നമുക്ക് വേണ്ടത്. റൂട്ട് 1 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് 1 പ്ലസ് കോസ് തീറ്റ. 2ൻ്റെ റൂട്ട് √2 വരും. കോസ് സ്ക്വയർ തീറ്റ ബൈ 2ൻ്റെ റൂട്ട് കോസ് തീറ്റ ബൈ 2 വരും. ഓക്കെ, സിമിലർലി എന്താണ്? 1 മൈനസ് കോസ് തീറ്റ എന്താ? 1 മൈനസ് കോസ് തീറ്റ എന്ന് പറയുന്നത് 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ആണ്. ഇതിൻ്റെ റൂട്ട് എടുക്കുകയാണെങ്കിൽ റൂട്ട് 1 മൈനസ് കോസ് തീറ്റ വരുമ്പോൾ 2ൻ്റെ റൂട്ട് √2 ഉണ്ടാവും. സൈൻ സ്ക്വയർ തീറ്റയുടെ റൂട്ട് സൈൻ ഉണ്ടാവും, സൈൻ തീറ്റ ബൈ 2. ശരിയല്ലേ? അപ്പോൾ നമ്മുടെ ചോദ്യം എങ്ങനെ മാറും? y is equal to സൈൻ ഇൻവേഴ്സ് √1 പ്ലസ് കോസ് തീറ്റ. √1 പ്ലസ് കോസ് തീറ്റയ്ക്ക് പകരം √2 ഇൻറ്റു കോസ് തീറ്റ ബൈ 2.
പ്ലസ് √1 മൈനസ് കോസ് തീറ്റ, അതിന് പകരം √2 ഇൻറ്റു സൈൻ തീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ എന്തുണ്ട്, 2 ഉണ്ട്. ഓക്കെ, സോ എന്ത് ചെയ്യുക, ന്യൂമറേറ്ററിൽ നിന്ന് നമുക്ക് ഒരു √2 ഇങ്ങോട്ട് ഔട്ട് സൈഡ് എടുക്കാം അല്ലേ. ന്യൂമറേറ്ററിൽ നിന്ന് ഒരു √2 ഇങ്ങോട്ട് പുറത്ത് വന്നാൽ എന്താണ് വരിക, y is equal to സൈൻ ഓഫ് √2 ഇൻറ്റു കോസ് തീറ്റ ബൈ 2 പ്ലസ് സൈൻ തീറ്റ ബൈ 2 എന്ന് വരും. ന്യൂമറേറ്ററിൽ നിന്ന് ഒരു √2 ഇങ്ങോട്ട് പുറത്തെടുത്താൽ ബാക്കി കോസ് തീറ്റ ബൈ 2 പ്ലസ് സൈൻ തീറ്റ ബൈ 2. ഓക്കെ, ഡിവൈഡഡ് ബൈ എന്തുണ്ട്, 2 ഉണ്ട്. ഈ താഴെയുള്ള 2വിനെ എനിക്ക് എങ്ങനെ എഴുതാം, √2 ഇൻറ്റു √2 എന്ന് എഴുതാമല്ലോ. അപ്പോൾ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു √2 കട്ട് ചെയ്യാം അല്ലെ, √2 കട്ട് ചെയ്ത് കളയാം. സോ ദിസ് ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് കോസ് തീറ്റ ബൈ 2 പ്ലസ് സൈൻ തീറ്റ ബൈ 2 ബൈ √2 എന്ന് വരും. ഈ √2 നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് ടേമിലേക്കും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നു. 1/√2 ഇൻറ്റു കോസ് തീറ്റ ബൈ 2 പ്ലസ് 1/√2 ഇൻറ്റു സൈൻ തീറ്റ ബൈ 2. ശരിയാണല്ലോ. ഇനി നിങ്ങൾ നോക്കിയേ, ഇതിനെ നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ 1/√2വിനെ ഞാൻ സൈൻ π/4 എന്ന് എഴുതിക്കൂടെ, സൈൻ 45 1/√2 ആണല്ലോ, ഇൻറ്റു കോസ് തീറ്റ ബൈ 2. അടുത്ത 1/√2വിനെ എനിക്ക് കോസ് π/4 എന്ന് എഴുതിക്കൂടെ, കോസ് 45 1/√2 ആണല്ലോ, ഇൻറ്റു സൈൻ തീറ്റ ബൈ 2. ഓക്കെ, ശരിയല്ലേ. ഇനി നിങ്ങൾ നോക്കിക്കേ, സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി, സൈൻ ഓഫ് എ പ്ലസ് ബി, ശരിയല്ലേ. പുറത്ത് സൈൻ അല്ല, സൈൻ ഇൻവേഴ്സ് ആയിരുന്നു കേട്ടോ. ഇവിടെ പുറത്ത് സൈൻ ഇൻവേഴ്സ് ആണേ, ചോദ്യത്തിൽ സൈൻ ഇൻവേഴ്സ് ആണ് കേട്ടോ. ഞാൻ ഇപ്പുറത്ത് സൈൻ എന്നാണ് എഴുതിയത്, സൈൻ ഇൻവേഴ്സ് ആണ് കേട്ടോ. ഇനി നിങ്ങൾ നോക്കിയേ, സൈൻ ഇൻവേഴ്സ് സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി എന്താ, സൈൻ ഓഫ് എ പ്ലസ് ബി എന്താണ് വരിക, സൈൻ ഓഫ് π/4 പ്ലസ് തീറ്റ ബൈ 2. ഓക്കെ, ഇവിടെ നമുക്ക് സൈൻ ഇൻവേഴ്സും സൈനും കട്ട് ചെയ്ത് കളയാം. ബാക്കി എന്തുണ്ടാവും, π/4 പ്ലസ് തീറ്റ ബൈ 2 ഉണ്ടാവും. ഓക്കെ, ഈ തീറ്റയ്ക്ക് വാല്യൂ കൊടുക്കാം നമുക്ക്. തീറ്റ എന്ന് പറയുന്നത് എന്താണ്, കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. തീറ്റ എന്താ, കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. സോ ഇപ്പോൾ എന്താണ് വരിക, π/4 പ്ലസ് y is equal to π/4 പ്ലസ് തീറ്റ ബൈ 2, അതായത് 1/2 ഇൻറ്റു കോസ് ഇൻവേഴ്സ് എക്സ്. ശരിയല്ലേ. ഇനി ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനല്ലേ ചോദ്യം, dy/dx എടുക്കാനാണ് ചോദ്യം. എന്താണ് വരിക, dy/dx is equal to π/2ൻ്റെ ഡെറിവേറ്റീവ് 0 വരും, 1/2 ഇൻറ്റു കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് -1/√1 മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ എന്താണ് വരിക, -1 താഴെ 2 ഉണ്ടാവും, 2 ഇൻറ്റു √1 മൈനസ് എക്സ് സ്ക്വയർ അല്ലേ, -1/2 ഇൻറ്റു √1 മൈനസ് എക്സ് സ്ക്വയർ. ഓപ്ഷൻ സി ആണ് നമുക്കിവിടെ ആൻസർ കിട്ടുക, -1/2 ഇൻറ്റു √1 മൈനസ് എക്സ് സ്ക്വയർ. ക്ലിയർ അല്ലേ. നെക്സ്റ്റ് 7ാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 7. ഇഫ് y is equal to സൈൻ ഇൻവേഴ്സ് ഓഫ് √1 മൈനസ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് √x, അങ്ങനെയാണെങ്കിൽ dy/dx എന്താണെന്നാണ് ചോദ്യം. എന്നെ കണ്ടുപിടിക്കാം. സൈൻ ഇൻവേഴ്സ് ഓഫ് √1 മൈനസ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് √x. എക്സിന് പകരം എന്ത് കൊടുത്താലായിരിക്കും ഈ ഇക്വേഷൻ ശരിയാവുക എന്നുള്ളത് നമ്മൾ ആദ്യം ആലോചിക്കുക. അല്ലെങ്കിൽ എന്ത് കൊടുത്താലായിരിക്കും ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുക, സോൾവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആലോചിക്കുക. കോസ് ഇൻവേഴ്സ് ഉണ്ട്, അപ്പോൾ ഒരു കോസ് വന്നാൽ അത് കട്ടാവും. അപ്പോൾ എക്സിന് വേണമെങ്കിൽ എന്ത് കൊടുക്കുക, നമുക്ക് കോസ് സ്ക്വയർ തീറ്റ എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഓക്കെ, ഓൾറെഡി എക്സ് വേരിയബിൾ ഉണ്ട്, വീണ്ടും കോസ് സ്ക്വയർ എക്സ് എന്നൊന്നും കൊടുക്കരുത് കേട്ടോ. ഓൾറെഡി ഉള്ള വേരിയബിൾ അല്ല, തീറ്റ എന്നുള്ള മറ്റൊരു വേരിയബിളിൽ വേണം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ. ഇങ്ങനെ കൊടുത്താൽ ഒരു അഡ്വാൻറ്റേജ് ഇപ്പുറത്ത് കിട്ടും. എന്താണ്, അപ്പോൾ ഇതെങ്ങനെ മാറും, ഇത് റൂട്ടിനുള്ളിൽ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് മാറും. 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റയാണ്. റൂട്ട് സൈൻ സ്ക്വയർ തീറ്റ സൈൻ തീറ്റ വരും, സൈൻ ഇൻവേഴ്സും സൈനും ക്യാൻസൽ ആവും. പിടികിട്ടിയോ. ഇവിടെ കോസ് സ്ക്വയർ തീറ്റ കൊടുത്താൽ റൂട്ട് കോസ് സ്ക്വയർ തീറ്റ കോസ് തീറ്റ വരും, കോസ് ഇൻവേഴ്സും കോസും കട്ടാവും. അപ്പോൾ എന്താണ്, രണ്ടുണ്ട് നേട്ടം എക്സിന് എന്ത് കൊടുത്താൽ, കോസ് സ്ക്വയർ തീറ്റ കൊടുത്താൽ.
സോ പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് കോസ് സ്ക്വയർ തീറ്റ. അവിടുന്ന് ഉടനെ തന്നെ തീറ്റ കണ്ടുപിടിച്ച് വെച്ചോണം കേട്ടോ. അപ്പോൾ റൂട്ട് എക്സ് എന്ന് പറയുന്നതായിരിക്കും എന്ത് കോസ് തീറ്റ. സ്ക്വയർ ഇപ്പുറം വരുമ്പോൾ സ്ക്വയർ റൂട്ട് ആവും. അവിടുന്ന് തീറ്റ എന്ത് വരും കോസ് ഇൻവേഴ്സ് റൂട്ട് എക്സ്. തീറ്റ എന്താണ് കോസ് അപ്പുറം പോയാൽ കോസ് ഇൻവേഴ്സ് ആവും. കോസ് ഇൻവേഴ്സ് റൂട്ട് എക്സ് ആണ് തീറ്റ. പിടികിട്ടിയോ? സോ അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം നോക്കി നോക്കാം. നമ്മുടെ ചോദ്യം എക്സിന് കോസ് സ്ക്വയർ തീറ്റ കൊടുത്താൽ y ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് റൂട്ട് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ റൂട്ട് സൈൻ സ്ക്വയർ തീറ്റ സൈൻ തീറ്റ എന്ന് കിട്ടും. ശരിയല്ലേ? സോ സൈൻ തീറ്റ വരും പ്ലസ് കോസ് ഇൻവേഴ്സ് എന്താണ് വരിക റൂട്ട് ഓഫ് കോസ് സ്ക്വയർ തീറ്റ. റൂട്ട് ഓഫ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പം കോസ് സ്ക്വയർ തീറ്റയുടെ റൂട്ട് കോസ് തീറ്റയാണ് അല്ലേ? അപ്പോൾ കോസ് ഇൻവേഴ്സ് കോസ് തീറ്റ എന്ന് കിട്ടും. എന്താണ് സൈൻ ഇൻവേഴ്സ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റ ഉണ്ടാവും. കോസ് ഇൻവേഴ്സ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും അവിടെയും തീറ്റ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ തീറ്റ പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ 2 തീറ്റ. അതായത് 2 ഇൻറ്റു തീറ്റയുടെ വാല്യൂ കോസ് ഇൻവേഴ്സ് റൂട്ട് എക്സ്. സോ y ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി y ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു കോസ് ഇൻവേഴ്സ് റൂട്ട് എക്സ് എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് dy/dx ആണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിച്ചോളൂ. എന്തോരും dy/dx ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 1/√1 മൈനസ് എക്സ് സ്ക്വയർ. അതായത് റൂട്ട് എക്സിൻ്റെ സ്ക്വയർ എന്ത് വരും എക്സ് വരും ഇൻറ്റു അകത്തുള്ള ഫംഗ്ഷൻ റൂട്ട് എക്സ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് വരും. ഓക്കെ, സോ ഇവിടെ നമുക്ക് 2ഉം 2ഉം കട്ട് ചെയ്ത് കളയാം. -1 താഴെ ഒരു റൂട്ട് എക്സ് ഉണ്ട്, പിന്നെ റൂട്ടിനുള്ളിൽ ഒരു 1 മൈനസ് എക്സ് ഉണ്ട്. സോ റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി നമുക്കതിനെ എങ്ങനെ എഴുതാം റൂട്ട് ഓഫ് എ ബി എന്ന് എഴുതാം. ശരിയാണല്ലോ? റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ ബി ആണ്. സോ -1 ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് 1 മൈനസ് എക്സ് റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് എന്ന് പറഞ്ഞ വരും. ശരിയല്ലേ? -1/റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ്. ഓപ്ഷൻ ബി ആണ് ആൻസർ കിട്ടുക. -1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ്. -1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് ഈസ് ദ ആൻസർ. ക്ലിയർ അല്ലേ? സോ അതായിരുന്നു 7ാമത്തെ ചോദ്യം. നെക്സ്റ്റ് 8ാമത്തെ ചോദ്യം നോക്കോളൂ. ഇഫ് y is equal to tan inverse of root of 1 plus x square plus root 1 minus x square by root 1 plus x square minus root 1 minus x square, അങ്ങനെയാണെങ്കിൽ dy/dx എന്താണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എങ്ങനെ കണ്ടുപിടിക്കാം? സോ അപ്പോൾ 1 + 1 മൈനസ് എന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരണം 1 പ്ലസ് കോസ് തീറ്റ നമുക്കറിയാം 2 സൈൻ സ്ക്വയർ 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2. 1 മൈനസ് കോസ് തീറ്റ നമുക്കറിയാം 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. അപ്പോൾ ഈ എക്സ് സ്ക്വയറിൻ്റെ പ്ലേസിൽ കോസ് തീറ്റ വന്നാൽ എനിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻസുമായിട്ട് മുന്നോട്ട് പോകാം എന്നൊരു ഐഡിയ കിട്ടി അല്ലേ? ഈ എക്സ് സ്ക്വയറിൻ്റെ പ്ലേസിൽ കോസ് തീറ്റ കൊടുത്താൽ എന്താണ് റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ എന്നുള്ളത് റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയർ കോസ് തീറ്റ ആയാൽ 1 പ്ലസ് കോസ് തീറ്റ ആവും. 1 പ്ലസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 ആണ്. സോ അതായത് റൂട്ട് 2 ഇൻറ്റു കോസ് തീറ്റ ബൈ 2 കിട്ടും. ശരിയല്ലേ? അതേപോലെ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് റൂട്ട് 1 മൈനസ് കോസ് തീറ്റ എക്സ് സ്ക്വയർ കോസ് തീറ്റയാണ്. റൂട്ട് 1 മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ആണ്. 2ൻ്റെ റൂട്ട് വരും, സൈൻ സ്ക്വയറിൻ്റെ റൂട്ട് സൈൻ തീറ്റ ബൈ 2 വരും. റൂട്ട് 2 കോസ് തീറ്റ ബൈ 2 റൂട്ട് 2 സൈൻ തീറ്റ ബൈ 2 എന്ന് കിട്ടും. അതാത് വാല്യൂസ് അതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. നമുക്ക് എന്താണ് കിട്ടുക? y ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയറിന് പകരം റൂട്ട് 2 കോസ് തീറ്റ ബൈ 2 കൊടുക്കുക. റൂട്ട് 2 കോസ് തീറ്റ ബൈ 2 പ്ലസ് റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയറിന് പകരം റൂട്ട് 2 സൈൻ തീറ്റ ബൈ 2 റൂട്ട് 2 സൈൻ തീറ്റ ബൈ 2 കൊടുക്കുക ഡിവൈഡഡ് ബൈ
റൂട്ട് 1 പ്ലസ് എക്സ് സ്ക്വയറിന് പകരം റൂട്ട് 2 കോസ് തീറ്റ ബൈ 2. ഇവിടെ മൈനസ് റൂട്ട് 2 സൈൻ തീറ്റ ബൈ 2 എന്ന് കിട്ടും. ശരിയല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ന്യൂമറേറ്ററിൽ നിന്ന് എന്ത് പുറത്തെടുക്കാം? റൂട്ട് പുറത്തെടുക്കാം. ഡിനോമിനേറ്ററിൽ നിന്നും റൂട്ട് പുറത്തെടുക്കാം. ഇപ്പോൾ റൂട്ട് കട്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും ഈ കാണുന്ന റൂട്ടും എല്ലാം കട്ടായി പോകാനുള്ള ആൾക്കാരാണ്. ബാക്കി എന്തുണ്ടാവും? കോസ് തീറ്റ ബൈ 2 പ്ലസ് സൈൻ തീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ബൈ 2 മൈനസ് സൈൻ തീറ്റ ബൈ 2. ശരിയല്ലേ? യെസ്. ഇതിനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നേരിട്ട് ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ നല്ലതാണ്. ഈ കാണുന്ന സാധനം എന്താണ്? ഈ കോസ് തീറ്റ ബൈ 2 പ്ലസ് സൈൻ തീറ്റ ബൈ 2 നമ്മൾ മുകളിലും താഴെയും കോസ് തീറ്റ ബൈ 2 കൊണ്ട് കട്ട് ചെയ്താൽ അത് 1 പ്ലസ് ടാൻ തീറ്റ ബൈ 2 ബൈ 1 മൈനസ് ടാൻ തീറ്റ ബൈ 2 എന്ന് വരും. അത് ടാൻ ഓഫ് പൈ ബൈ 4 പ്ലസ് തീറ്റ ബൈ 2 ആണ്. ടാൻ ഓഫ് എ പ്ലസ് ബി, ടാൻ എ പ്ലസ് ടാൻ ബി ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി. ഓക്കെ, ഇത് ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ അത്രയും സമയം നമുക്ക് ലാഭിക്കാം. എന്തായാലും നമുക്ക് ആ സ്റ്റെപ്പുകളൊന്ന് എഴുതാം. ടാൻ ഓഫ്, നോക്കണേ, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ കോസ് തീറ്റ ബൈ 2 കൊണ്ട് കട്ട് ചെയ്യാണ്. അപ്പോൾ കോസ് തീറ്റ ബൈ 2നെ കോസ് തീറ്റ ബൈ 2 കൊണ്ട് കട്ട് ചെയ്താൽ 1 വരും. സൈൻ തീറ്റ ബൈ 2നെ കോസ് തീറ്റ ബൈ 2 കൊണ്ട് കട്ട് ചെയ്താൽ ടാൻ തീറ്റ ബൈ 2 വരും. ബൈ 1 മൈനസ് സൈൻ തീറ്റ ബൈ 2 ബൈ കോസ് തീറ്റ ബൈ 2 എന്താണ്? ടാൻ തീറ്റ ബൈ 2. ഇങ്ങനെ വരുമല്ലോ. ഇതെന്താണ്? ഈ കാണുന്ന 1ന് പകരം എനിക്ക് വേണമെങ്കിൽ ടാൻ പൈ ബൈ 4 കൊടുക്കാം, അല്ലേ? ടാൻ പൈ ബൈ 4, ടാൻ 45 ആണ് 1, പ്ലസ് ടാൻ തീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ 1 മൈനസ് ഈ ടാൻ തീറ്റ ബൈ 2ൻ്റെ കൂടെ ഒരു 1 ഉണ്ടെന്ന് വെച്ചോളൂ. 1 ഉണ്ടല്ലോ. ടാൻ പൈ ബൈ 4 ഇൻറ്റു ടാൻ തീറ്റ ബൈ 2. ഇങ്ങനെ എഴുതുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ ടാൻ പൈ ബൈ 4കളൊക്കെ 1 ആയിക്കഴിഞ്ഞാൽ സംഭവം സെയിം അല്ലേ? ടാൻ 45 1 ആയാൽ 1 പ്ലസ് ടാൻ തീറ്റ ബൈ 2 ബൈ 1 മൈനസ് ടാൻ 45 1 ആയാൽ 1 ഇൻറ്റു ടാൻ തീറ്റ ബൈ 2 എന്ന് വരും. വിലയ്ക്ക് വ്യത്യാസമില്ലല്ലോ. ഈ കാണുന്ന സാധനം എന്താണ്? ടാൻ എ പ്ലസ് ടാൻ ബി ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി എന്തായിരുന്നു? ടാൻ ഓഫ് എ പ്ലസ് ബി ആയിരുന്നു, അല്ലേ? ടാൻ ഓഫ് എ പ്ലസ് ബി ആണ് ടാൻ എ പ്ലസ് ടാൻ ബി ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി. സോ അപ്പോൾ ഇതെങ്ങനെ മാറും? ദിസ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ടാൻ ഓഫ് പൈ ബൈ 4 പ്ലസ് തീറ്റ ബൈ 2 എന്ന് വരും, അല്ലേ? ടാൻ ഓഫ് പൈ ബൈ 4 പ്ലസ് തീറ്റ ബൈ 2. അപ്പോൾ ടാൻ ഇൻവേഴ്സും ടാനും കട്ടാവും. ബാക്കി എന്തുണ്ടാവും? പൈ ബൈ 4 പ്ലസ് തീറ്റ ബൈ 2. ഇനി നമുക്ക് എന്ത് ചെയ്യാം? തീറ്റയ്ക്ക് വീണ്ടും പഴയ വാല്യൂ കൊടുക്കാം. തീറ്റ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു നമ്മൾ ഇവിടെ നിന്ന്. തീറ്റ കണ്ടുപിടിച്ചോളൂ. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തുണ്ട് നമ്മുടെ കയ്യിൽ? കോസ് തീറ്റ ഉണ്ട്. അവിടുന്ന് തീറ്റ എന്തോരോടാ? എക്സ് സ്ക്വയർ ഈക്വൽ ടു കോസ് തീറ്റ ആണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് സ്ക്വയർ, അല്ലേ? കോസ് അപ്പുറം പോയാൽ കോസ് ഇൻവേഴ്സ്. തീറ്റയുടെ വാല്യൂ എന്താ കിട്ടുക? കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് സ്ക്വയർ. ശരിയല്ലേ? സോ അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്തോരും? പൈ ബൈ 4 പ്ലസ് 1 ബൈ 2 മാറ്റി നിർത്തിയാൽ കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് സ്ക്വയർ, അല്ലേ? കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് സ്ക്വയർ. ഇനി അതിൻ്റെ ഡെറിവേറ്റീവ് ഡിവൈ ബൈ ഡി എക്സ് എന്താണെന്നാണ് ചോദ്യം. കണ്ടുപിടിച്ചോളൂ. ഇതാണ് നമ്മുടെ y. ഡിവൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ 4 കോൺസ്റ്റൻ്റ് ആണ്. ഡെറിവേറ്റീവ് 0 വരും. 1 ബൈ 2 ഇൻറ്റു കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ പ്ലേസിൽ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ സ്ക്വയർ എക്സ് റൈസ് ടു 4, അല്ലേ? ചെയിൻ റൂൾ. ഇൻസൈഡുള്ള ഫംഗ്ഷൻ്റെ സ്ക്വയർ ആണ് അവിടെ വരേണ്ടത്. ഓക്കെ, ഇൻറ്റു എന്താണ്? അകത്തുള്ള ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 2x വരും. ഓക്കെ, സോ ഇവിടെ നമുക്ക് 2ഉം 2ഉം കട്ട് ചെയ്ത് കളയാം. ബാക്കി എന്തുണ്ടാവും? ഇസ് ഈക്വൽ ടു എന്താണ് വരിക? മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് റൈസ് ടു 4. ശരിയല്ലേ? സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് റൈസ് ടു 4. ഓപ്ഷൻ ഡി ഇസ് ദ ആൻസർ. മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് റൈസ് ടു 4 എന്നുള്ളതാണ് ആൻസർ വരും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് 8ാമത്തെ ചോദ്യമായിരുന്നു. അടുത്ത 9ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഇഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ലോഗ് എ, അങ്ങനെയാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി.
നേരിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതിനേക്കാൾ ഈ സൈൻ ഇൻവേഴ്സ് അങ്ങ് ഇപ്പുറത്തുള്ളൂ. അപ്പോൾ സൈൻ ഓഫ് ലോഗ് എ മൊത്തത്തിലൊരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ, ലോഗ് എ കോൺസ്റ്റൻ്റ് ആണ്. സൈൻ ഓഫ് ലോഗ് എയും ഒബ്വിയസ്ലി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ സൈൻ ഇൻവേഴ്സ് അങ്ങ് അപ്പുറം എടുത്തു കഴിഞ്ഞാൽ എന്താണ് വരിക? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു സൈൻ ഓഫ് ലോഗ് എ എന്ന് വരും. സൈൻ ഓഫ് ലോഗ് എ ഇസ് എ കോൺസ്റ്റൻറ്റ്. നമുക്ക് കെ എന്ന് എടുക്കാം. ഡിവൈ ബൈ ഡി എക്സ് കോഷ്യൻ റൂൾ എടുക്കുന്നതിന് മുമ്പേ ഒന്ന് ക്രോസ് ചെയ്തിട്ടാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാം. എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇതൊന്ന് ഓപ്പൺ ചെയ്തെടുത്താൽ എന്താണ് വരിക? കെ എക്സ് സ്ക്വയർ പ്ലസ് കെ വൈ സ്ക്വയർ എന്ന് വരും. എക്സ് സ്ക്വയർ ഒക്കെ ഒരുമിച്ച് ആക്കാം. എക്സ് സ്ക്വയർ എന്ത് വരും ഇവിടെ? എക്സ് സ്ക്വയർ കെ എക്സ് സ്ക്വയർ ഇപ്പോൾ എടുത്താൽ മൈനസ് കെ എക്സ് സ്ക്വയർ ഈക്വൽ ടു ഓൾറെഡി റൈറ്റ് സൈഡിൽ കെ വൈ സ്ക്വയർ ഉണ്ട്, മൈനസ് വൈ സ്ക്വയർ ഇപ്പോൾ എടുത്താൽ പ്ലസ് വൈ സ്ക്വയർ. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് എന്ത് പുറത്തെടുക്കാം? എക്സ് സ്ക്വയർ പുറത്തെടുക്കാം. എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് കെ എന്ന് വരും. റൈറ്റ് സൈഡിൽ നിന്ന് വൈ സ്ക്വയർ പുറത്തെടുത്താൽ വൈ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കെ എന്ന് വരും. ഓക്കെ, ഇനി ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്തോളൂ. എന്താണ് കിട്ടുക? വേണമെന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയർ ഈക്വൽ ടു 1 പ്ലസ് കെ ബൈ 1 മൈനസ് കെ എന്ന് വരും. അപ്പോൾ ഇത് മൊത്തത്തിൽ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അങ്ങ് 0 ആയി പൊക്കോളും. ലെഫ്റ്റ് സൈഡിൽ എന്ത് അപ്ലൈ ചെയ്താൽ മതി? കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്താൽ മതി. ശരിയല്ലേ? കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണമെന്നില്ല, അത് മൊത്തത്തിലൊരു കോൺസ്റ്റൻ്റ് ആണ്. അതിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വിളിക്കാം? സി എന്നുള്ള പേരിട്ട് വിളിക്കാം. സി ഇസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ എക്സ് സ്ക്വയർ ഈക്വൽ ടു സി വൈ സ്ക്വയർ എന്ന് എഴുതാം. ശരിയല്ലേ? താഴെയുള്ളത് ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ ചുരുക്കി പറഞ്ഞാൽ ഇത്ര ഉള്ളൂ സംഭവം. ശരിയല്ലേ? ഇനി ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x, സി ഇൻറ്റു വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y, വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് മറന്നു പോരുത്. 2 കട്ട് ചെയ്യാം. ഓക്കെ, സോ എന്താണ് കിട്ടുക? നമുക്ക് ഇതിനേക്കാൾ അവിടെ അപ്പോഴൊരു കോൺസ്റ്റൻ്റ് അവിടെ നിൽക്കും. അതിനേക്കാൾ ഒരു വേറൊരു വഴി പറഞ്ഞുതരാം. നമുക്കല്ലെങ്കിലേ ഈ ഒരു ഇക്വേഷൻ തന്നെ നിൽക്കട്ടെ. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്താണ് വരിക? കാരണം ഇടാ നമുക്ക് ഇവിടെ ഇക്വേഷനിൽ നമ്മുടെ ഓപ്ഷനിലൊന്നും സി ഇല്ല. സി ഇല്ലാത്ത രീതിയിൽ ഇത് മാറ്റിയെടുക്കണം. സിക്ക് മണ്ടയ്ക്കൊന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ താഴോട്ട് കൊടുത്താൽ മതി. എങ്കിൽ പോലും നമുക്ക് ഇവിടെ നിന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ഇൻറ്റു 1 മൈനസ് കെ, വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y, വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു 1 പ്ലസ് കെ. ഇക്വേഷൻ നമ്പർ 2 ഇതങ്ങ് ഡിവൈഡ് ചെയ്താലേ ഇക്വേഷൻ നമ്പർ 1 ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ 2/1 എടുത്തോളൂ. ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 1 എടുത്താലേ ആ 1 മൈനസ് കെയും 1 പ്ലസ് കെയും അങ്ങ് പൊക്കോളും. കോൺസ്റ്റൻ്റ് എല്ലാം കൂടെ പോയി. പിന്നെ നമുക്ക് സോൾവ് ചെയ്ത് കിട്ടിയാൽ നമ്മുടെ ആൻസർ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ 2ൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കിയേ, 2x ഇൻറ്റു 1 മൈനസ് കെ. 1ൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കുക, എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് കെ. 2ൻ്റെ റൈറ്റ് സൈഡ് നോക്കുക, 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു 1 പ്ലസ് കെ. 1ൻ്റെ റൈറ്റ് സൈഡ് നോക്കുക, വൈ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കെ. ഇവിടെ നമുക്ക് 1 മൈനസ് കെയും 1 മൈനസ് കെയും വെട്ടാം. ഇവിടെ 1 പ്ലസ് കെയും 1 പ്ലസ് കെയും വെട്ടാം. ഇവിടെ എക്സും ഒരു സ്ക്വയറും തമ്മിൽ വെട്ടാം. ഇവിടെ വൈയും ഒരു സ്ക്വയറും തമ്മിൽ വെട്ടാം. 2ഉം 2ഉം തമ്മിൽ വെട്ടാം. ഓക്കെ, ഇപ്പോൾ ബാക്കി എന്തൊക്കെയുണ്ട്? ഇവിടെ താഴെ ഒരു എക്സ് ഉണ്ട്, 1/x ഉണ്ട്. ഇവിടെ മുകളിലൊരു ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്. താഴെ ഒരു വൈ ഉണ്ട്, അതായത് 1/y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ ഇവിടെ നിന്ന് വൈയും കൂടെ ഇപ്പുറത്തേക്ക് എടുത്താൽ മതി. ഡി വൈ ബൈ ഡി എക്സ് എന്ത് കിട്ടും? നമുക്ക് y/x കിട്ടും ആൻസർ. ശരിയല്ലേ? സോൾവ് ചെയ്തെടുക്കുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്താണ് കിട്ടുക? y/x. സോ ഓപ്ഷൻ ഡി y/x ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി y/x. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് 10ാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കിയോളൂ. എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു കോസ് ടി പ്ലസ് ലോഗ് ടാൻ ഓഫ് ടി ബൈ 2, വൈ ഇസ് ഈക്വൽ ടു എ സൈൻ ടി. അങ്ങനെയാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് എന്താണെന്നാണ് ചോദ്യം. ഇതെന്താണ്? പാരാമെട്രിക് ഫോം ആണ്. വൈ ഇൻ ടേംസ് ഓഫ് ടി ആണ്, അതേപോലെ എക്സും ഇൻ ടേംസ് ഓഫ് ടി ആണ്. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ് കിട്ടുക? ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ
dx ഡിവൈഡഡ് ബൈ dt ആണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ. അപ്പം ശ്രദ്ധിച്ച് ചെയ്യുക, dy ബൈ dt, y എന്ന് പറഞ്ഞാൽ a sin t ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് a ഇൻറ്റു സൈൻ ടിയുടെ ഡെറിവേറ്റീവ് എന്ത് വരും, കോസ് ടി ഡിവൈഡഡ് ബൈ dx ബൈ dt. അത് ശ്രദ്ധിച്ച് നോക്കി ഡിഫറൻഷ്യേറ്റ് ചെയ്യണേ. എക്സ് നോക്കുക, a ഇൻറ്റു കോസ് ടി പ്ലസ് ലോഗ് ഓഫ് ടാൻ ടി ബൈ 2 ആണ്. അപ്പോൾ a മാറ്റി നിർത്തി, കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി, ലോഗിൻ്റെ ഡെറിവേറ്റീവ് 1/x, ലോഗ് എക്സിൻ്റെത് 1/x ആണ്. അപ്പോൾ ലോഗിൻ്റെ ഡെറിവേറ്റീവ് 1/tan t ബൈ 2 വരും, ഇൻറ്റു ടാൻ ടി ബൈ 2ൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ ടി ബൈ 2 വരും, ഇൻറ്റു ടി ബൈ 2ൻ്റെ ഡെറിവേറ്റീവ് 1/2 വരും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അവിടുന്ന് എയും എയും കട്ട് ചെയ്യാൻ നമുക്ക്, ബാക്കി എന്താണ് കിട്ടുക നോക്കിയോളൂ. ഇസ് ഈക്വൽ ടു കോസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് സൈൻ ടി പ്ലസ് 1 ഡിവൈഡഡ് ബൈ, നോക്കുക ടാൻ ടി ബൈ 2ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, സൈൻ ടി ബൈ 2 ബൈ കോസ് ടി ബൈ 2 കൊടുക്കാം അല്ലേ. 1 ബൈ സീക്ക് സ്ക്വയർ ടി ബൈ 2ന് പകരം നമുക്ക് ടാൻ സ്ക്വയർ ടി ബൈ 2 കൊടുക്കാം, ഇൻറ്റു എന്താണ് 1/2. ക്ലിയർ ആണല്ലോ. സോറി, 1 ബൈ സീക്ക് സ്ക്വയർ ടി ബൈ 2 എന്ന് പറഞ്ഞാൽ 1 ബൈ സീക്ക് സ്ക്വയർ ടി ബൈ 2ന് വരും 1 ബൈ കോസ് സ്ക്വയർ ടി ബൈ 2, ശരിയല്ലേ. കോട്ടിൻ്റെ റെസിപ്രോക്കലാണ് ടാൻ, സീക്കിൻ്റെ റെസിപ്രോക്കൽ കോസ് ആണ്. അപ്പോൾ 1 ബൈ കോസ് സ്ക്വയർ ടി ബൈ 2 എന്ന് കൊടുക്കാം, ശരിയാണല്ലോ. ഇനി നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഒരു കോസ് ടി ബൈ 2ഉം സ്ക്വയറും തമ്മിൽ കട്ട് ചെയ്യാം. അപ്പോൾ ബാക്കി ആരൊക്കെ ഉണ്ട്, മുകളിലൊരു കോസ് ടി ഉണ്ട്, താഴെ ഒരു മൈനസ് സൈൻ ടി ഉണ്ട്, പ്ലസ് നോക്കുക. ഇനി ഇതേണ്ട ഈ പറയുന്ന പോർഷൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ. ഈ 2 സൈൻ ടി കോസ് ടി കണ്ടോ, താഴെ ഒരു സംഭവം കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ ഒരു 2 ഉണ്ട്, ഞാൻ റൗണ്ട് ചെയ്യുന്നത് നോക്കുള്ളൂ. ഇവിടെ 2 ഉണ്ട്, ഇവിടെ സൈൻ ടി ബൈ 2 ഉണ്ട്, കോസ് ടി ബൈ 2 ഉണ്ട്, ശരിയല്ലേ. 2 സൈൻ ടി ബൈ 2 കോസ് ടി ബൈ 2 സൈൻ ടി അല്ലേ, ശരിയല്ലേ. സൈൻ ടിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ അത്, നമുക്കറിയാം. സൈൻ 2t എന്ന് പറഞ്ഞാൽ എന്താ, സൈൻ 2t എന്ന് പറഞ്ഞാൽ 2 സൈൻ ടി കോസ് ടി ആണ്. അപ്പോൾ ത്രൂ ഔട്ട് ടി കൊണ്ട് കട്ട് ചെയ്താൽ എന്ത് വരും, സൈൻ ടി ഈക്വൽ ടു 2 സൈൻ ടി ബൈ 2 കോസ് ടി ബൈ 2 എന്ന് എഴുതിക്കൂടെ. അപ്പോൾ ആ 2 സൈൻ ടി ബൈ 2 കോസ് ടി ബൈ 2 എന്ന് പറയുന്നത് സൈൻ ടി ആവും, ശരിയല്ലേ. അപ്പോൾ എന്ത് വരും, 1 ബൈ സൈൻ ടി എന്ന് കിട്ടും. കോസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് സൈൻ ടി പ്ലസ് 1 ബൈ 2 സൈൻ ടി ബൈ 2 കോസ് ടി ബൈ 2, അത് സൈൻ ടി വരും. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിനോമിനേറ്ററിൽ ക്രോസ് ചെയ്യാം. എന്താണ് കിട്ടുക, ഇസ് ഈക്വൽ ടു കോസ് ടി ഡിവൈഡഡ് ബൈ, താഴെ ക്രോസ് ചെയ്താൽ മൈനസ് സൈൻ സ്ക്വയർ ടി പ്ലസ് 1 ഡിവൈഡഡ് ബൈ എന്താണ് സൈൻ ടി. ഓക്കെ, താഴെയുള്ള സൈൻ ടി നമുക്ക് മുകളിലേക്ക് എടുക്കാം. എന്ത് വരും, സൈൻ ടി ഇൻറ്റു കോസ് ടി ഡിവൈഡഡ് ബൈ 1 മൈനസ് സൈൻ സ്ക്വയർ ടി ആരാണ്, കോസ് സ്ക്വയർ ടി, ശരിയല്ലേ. 1 മൈനസ് സൈൻ സ്ക്വയർ ടി ഉണ്ട്, അതെന്താണ് കോസ് സ്ക്വയർ ടി, കാരണം സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി 1 ആണ്. ഒരു കോസ് ടിയും സ്ക്വയറും തമ്മിൽ കട്ട് ചെയ്യാം. ബാക്കി എന്തുണ്ട്, മുകളിലൊരു സൈൻ ടി ഉണ്ട്, താഴെ ഒരു കോസ് ടി ഉണ്ട്. സൈൻ ടി ബൈ കോസ് ടി എന്താണ്, ടാൻ ടി ആണ് നമുക്കിവിടെ ആൻസർ കിട്ടുക. സോ ഓപ്ഷൻ എ, ടാൻ ടി ഈസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ഓക്കെ, സോ 10 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ അപ്പോൾ നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 9895631949 എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ ശരത് മാത്സ് ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ പ്ലേ സ്റ്റോറിൽ ആപ്ലിക്കേഷൻ ഉണ്ടാവും, അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ഡെയിലി റിവിഷനിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ചോദ്യങ്ങളുമായിട്ട് കാണാം. Until then, tata, bye bye, see you.